ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി ഒരുമിച്ചാണ്. നാളെ മാർക്കറ്റ് അവധിയാണ്. ഇന്നലെ ജപ്പാൻ മാർക്കറ്റ് മിനിഞ്ഞാന്ന് ജപ്പാൻ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി. എന്നാൽ ഇന്നലെ ജപ്പാൻ മാർക്കറ്റ് വലിയൊരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജപ്പാനിലെല്ലാം തന്നെ റിസഷൻ സാധ്യതകൾ പറയുന്നുണ്ട്. എന്നാൽ ചൈനീസ് മാർക്കറ്റ് 2008 ശേഷം നടത്തിയ ഗംഭീര റാലിയാണ് ഇന്നലെ ചൈനീസ് മാർക്കറ്റിൽ കണ്ടത്. 8% ഇനി ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ചൈനീസ് മാർക്കറ്റ് നാഷണൽ ഡേ ആയിട്ട് ഹോളിഡേ ആണ്. ഹോളിഡേക്ക് മുമ്പ് ഗംഭീര ക്ലോസിങ് നടത്തി. 2008 ശേഷം നടത്തിയ ഗംഭീര ക്ലോസിംഗ് ആണ്, ഗംഭീര റാലിയാണ് നടത്തിയത്. ഏഷ്യൻ മാർക്കറ്റ് ഇന്നലെ മിക്സ്ഡ് ആയിരുന്നു. അതിനുശേഷം US ഫ്യൂച്ചർ നെഗറ്റീവായിരുന്നു. അപ്പോൾ US മാർക്കറ്റ് ഇടിയുമെന്ന് കരുതി അവസാനം ഇന്നലെ US മാർക്കറ്റ് മാന്യനായിട്ട് ഗ്രീനിൽ ക്ലോസ് ചെയ്ത് മറ്റ് യൂറോപ്യൻ മാർക്കറ്റിനെയും US മാർക്കറ്റിനെ വളരെ വലിയ തോതിൽ പിന്തുടരുന്ന ഇന്ത്യൻ മാർക്കറ്റിനെയും ഇടിവിലേക്ക് നയിച്ച് US മാർക്കറ്റ് ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്ത വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് എസ്പെഷ്യലി ഹീറോ മോട്ടോ കോർപ്പ്, TCS, അതല്ലെങ്കിൽ IT അല്ല, ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നുള്ള വലിയ രീതിയിലുള്ളൊരു സെൽ ഓഫ് കണ്ടു. ഹീറോ മോട്ടോ കോർപ്പിനെ തന്നെ UBS ഡൗൺഗ്രേഡ് ചെയ്തു, TCSും ഫോളായി. അപ്പോൾ അത്തരം ഇടിവ് കണ്ടു. എങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ മാസം $6 ബില്യൺ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നിട്ടുള്ളത്. DASും കനത്ത ബൈയിങ് ആണ്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിൻ്റ് ഇടിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്, പക്ഷേ 20 പോയിൻ്റ് മാത്രം, അതായത് 80 പോയിൻ്റ് റിക്കവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം. ഇന്നലെ US വിക്സ് 10% ഉയർന്നു. നാസ്ഡാക്ക് പോസിറ്റീവ് 64 പോയിൻ്റ്. ഡോ ഫ്ലാറ്റായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റ് റെഡിൽ തന്നെയാണ് ഉള്ളത്. ഇന്ത്യ വിക്സ് ഇന്നലെ 7% സ്പൈക്ക് ചെയ്ത് 12. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് എന്നാൽ ഇന്ന് വലിയ ഇടിവിന് ശേഷം ജപ്പാൻ മാർക്കറ്റ് തിരികെ വന്നു. കൊറിയ, ചൈന എല്ലാം തന്നെ. ചൈന മാർക്കറ്റ് ഇന്നില്ല. ആ ഒരു 8% ഇന്നലത്തെ റാലിയാണ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ് കോയിൻ 63,000 ഏറ്റവും ടോപ്പിൽ നിന്ന്. മൂന്നാമത് ഗോൾഡ് 2,636. ഇനി നമുക്ക് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ്, വിപ്രോ കാണാം. ICICI ബാങ്കും HDFCയും അവിടെ 2.5% ഇടിഞ്ഞു. ഇവിടുത്തെ ഇടിവ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തു. റിലയൻസ് GDRൽ 3% ഇടിഞ്ഞു. ഇനി ഇന്ന് പ്രധാനമായിട്ടും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റി 0.58 ആണ്. 52,900 സ്പോട്ട് ഉള്ളത്. 52,500, 54,000 എല്ലാം തന്നെ മേജർ റെസിസ്റ്റൻസ് സോണായും. 53,500 റെസിസ്റ്റൻസ് സോൺ. 53,500ഉം 54,000. സപ്പോർട്ട് സോൺ 52,500ഉം 51,000 ഉള്ളത്. നിഫ്റ്റിക്ക് സ്പോട്ട് 24,500 സ്പോട്ട് ഉള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് സോൺ 25,000. അതിന് മുകളിലുള്ളതൊക്കെ കുറച്ച് റെസിസ്റ്റൻസ് സോണുകളുണ്ട്. 24,000 മേജർ സപ്പോർട്ട് സോൺ ഉള്ളത്. എനിവേ ഇന്ന് കുറച്ച് ക്രൂഷ്യലാണ്. 2 എക്സ്പയറിയും ഒരുമിച്ചാണ് വരുന്നത്. ഇന്നലെ സെബിയുടെ എല്ലാം തന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനി ഒരു എക്സ്ചേഞ്ചിൻ്റെ എല്ലാ ഇൻഡെക്സിൻ്റെയും എക്സ്പയറി ഒരു ദിവസം എന്നുള്ള പ്രപ്പോസലൊക്കെ വച്ചിട്ടുണ്ട്. എത്രത്തോളം അത് എന്നാണ് ഇംപ്ലിമെൻ്റ് ആവണമെന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലാണ് വരുള്ളൂ. കോൺട്രാക്റ്റിൻ്റെ വാല്യൂം ഉയർത്തുന്ന രീതിയിലുള്ള പ്രപ്പോസലെല്ലാം തന്നെ വച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെ സെബിയുടെ മീറ്റിങ്ങിന് മൾട്ടിപ്പിൾ അജണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു അജണ്ടയാണ് FNO സംബന്ധിച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻ, മറ്റുള്ള കാര്യങ്ങളും. അതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റുള്ള അജണ്ടകൾ ഉണ്ട്. നമുക്കറിയാം, സെബി ചെയർപേഴ്സണിലുള്ള ആരോപണം, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെയാണ് ഈ ആസഫ്നോ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. അപ്പോൾ അതൊരു അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്, അലിഗേഷൻ ആണെന്നുള്ള രീതിയിലാണ് ചർച്ചയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ FNOയുടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അടുത്ത മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകുകയാണെങ്കിൽ ഇന്ന് നമുക്കിനി Q2 റിസൾട്ടുകൾ വരാണ്. ആദ്യ പന്തിയിലുള്ളത് വിപ്രോ, TCS, ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള IT കമ്പനീസാണ്. അതിൽ TCSൻ്റെ റിസൾട്ട് ഒക്ടോബർ 10-ന്, അതായത് ഇനി 9 ദിവസം കഴിയുമ്പോൾ നമ്മുടെ Q2 റിസൾട്ടിന് തുടക്കം കുറിക്കും. അതുപോലെ തന്നെ നവംബർ മാസത്തിൽ ആദ്യ സമയത്താണ് ദീപാവലി ഉള്ളത്. അപ്പോൾ ദീപാവലി
പൊതുവെ ആളുകൾ മുഹൂർത്ത് ട്രേഡിംഗ് ഒക്കെ എല്ലാ ആൾക്കാർക്ക് അറിയാം. ദിവാലി ദിവസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു ആഘോഷം തന്നെയാണത്. അപ്പോൾ Q2 റിസൾട്ട് നല്ലതാണെങ്കിൽ മാർക്കറ്റ് ഇന്നലെ ഒരു റേറ്റിംഗ് ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസെക്സ് 1,00,000 വന്നേക്കാമെന്ന്. അപ്പോൾ അതിനൊക്കെ വരണമെങ്കിൽ ഈ Q2 റിസൾട്ടിൽ കമ്പനികളുടെ പ്രകടനം മെച്ചമായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യ റിസൾട്ടാണ് TCSൻ്റെ. ബ്ലൂ ഡാർട്ട് ലോജിസ്റ്റിക് കമ്പനി ഇവരുടെ പ്രൈസ് ഉയർത്തി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. 3,500 കോടി രൂപയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. പിരമൽ ഫാർമ കമ്പനി അവരുടെ പ്ലാന്റ് ഇവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. യൂണിക്കം ലാബ് കമ്പനി ഇവർ US ഒരു ഫാർമ കമ്പനിയായിട്ട് ബൈഷോർ എന്ന് പറഞ്ഞ ഫാർമ കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. കൽപ്പാത്തൂർ പ്രൊജക്റ്റ് കമ്പനി 1,241 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇന്ത്യ ഗ്ലൈക്കോസ് കമ്പനി ഇവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ടാറ്റ പവർ കമ്പനി 1.2 lakh crores പവർ ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റ് രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ചെയ്തു. NTPC കമ്പനി 25 GW കപ്പാസിറ്റിയുള്ള റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് NTPCയും രാജസ്ഥാൻ ഗവൺമെൻറ്റും തമ്മിൽ സൈൻ ചെയ്തു. BLS സർവീസ് കമ്പനി ഇവർ വിസ സർവീസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ അഡിഫിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ അക്യൂർ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ബ്രെയിൻ ബീസ് സൊല്യൂഷൻ കമ്പനി ഫസ്ക്രൈയുടെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ അവർ 8 കോടി രൂപ മുടക്കി ബട്ടർനട്ട് വെഞ്ചേഴ്സിനെ അക്യൂർ ചെയ്തു. അൽപാഗോ ഇന്ത്യ കമ്പനി അവർ 131 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള bismate.com ട്രേഡ് ബഡി ടാബിൽ എല്ലാം തന്നെ നമ്മൾ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.